ആ ചെറിയ പെൺകുട്ടി അറിഞ്ഞില്ല ഭയാനകമായ ഒരു രാക്ഷസൻ അവളുടെ പിന്നിൽ വന്നിരുന്നു എന്ന്. അവൾ തിരിഞ്ഞു നോക്കിയപ്പോൾ അവളുടെ ശ്വാസം നിന്നുപോയി. ആ രാക്ഷസൻ അവളെ ആക്രമിക്കാൻ ശ്രമിച്ചു, പക്ഷേ ബുള്ളറ്റ് പ്രൂഫ് ഗ്ലാസ് കാരണം അവൾ രക്ഷപ്പെട്ടു. ആ പെൺകുട്ടിയുടെ അലർച്ച കേട്ട് സബ്മേറിനിലെ ബാക്കിയുള്ള ആളുകൾ അങ്ങോട്ട് ഓടിയെത്തി. സബ്മേറിനിലെ ഗ്ലാസിൽ പതിഞ്ഞ വലിയ പല്ലുകളുടെ അടയാളങ്ങൾ കണ്ടപ്പോൾ അത് ഒരു സാധാരണ തിമിംഗലം ആയിരിക്കാം എന്ന് അവർ കരുതി. കാരണം തിമിംഗലമാണ് കടലിലെ ഏറ്റവും വലിയ മത്സ്യം. അപ്പോഴാണ് ഒരു യഥാർത്ഥ തിമിംഗലവും അങ്ങോട്ട് വന്നത്. എന്നാൽ അതേസമയം വളരെ വലിയ ഒരു സ്രാവ് ആ തിമിംഗലത്തെ ആക്രമിച്ചു. ശാസ്ത്രജ്ഞർ പറഞ്ഞു, നമ്മൾ ഇനി മുകളിലേക്ക് പോകണം, കാരണം നമ്മൾ കടലിന്റെ മറ്റൊരു ലോകം വസിക്കുന്നത്ര ആഴത്തിലാണ് എത്തിയിരിക്കുന്നത്. ഈ ആളുകൾ അവരുടെ കപ്പലിലേക്ക് തിരികെ വന്നപ്പോൾ മുന്നിലുള്ള കാഴ്ച കണ്ട് അമ്പരന്നുപോയി. ആ വലിയ മത്സ്യം ഇതിനകം അവിടെ എത്തിയിരുന്നു. അത് എല്ലാ ആളുകളെയും കൊന്നൊടുക്കി കഷണങ്ങളാക്കി കീറിമുറിച്ചിരുന്നു. അതോടെ ഒരു കാര്യം വ്യക്തമായി, ഈ അപകടകാരിയായ മത്സ്യം ഇപ്പോൾ മനുഷ്യരുടെ ലോകത്തേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഏത് നിമിഷവും വിനാശമുണ്ടാക്കാൻ കഴിയുന്ന ഒരു ഭീഷണിയായി അത് മാറിയിരിക്കുന്നു. തുടർന്ന് ആ മത്സ്യം അവരുടെ കപ്പലിന്റെ നേർക്ക് നീങ്ങാൻ തുടങ്ങി. സമയം വളരെ കുറവായിരുന്നു. അപ്പോൾ ഒരു ബുദ്ധിമാനായ വ്യക്തി ഒരു പദ്ധതി നിർദ്ദേശിച്ചു. ആ മത്സ്യത്തിന്റെ ശരീരത്തിൽ ഒരു ട്രാക്കർ വെച്ചാൽ പിന്നീട് അതിനെ കൊല്ലാൻ എളുപ്പമായിരിക്കും. പക്ഷേ ഈ ദൗത്യം വളരെ ബുദ്ധിമുട്ടുള്ളതായിരുന്നു. ഒരു മനുഷ്യന് മാത്രമേ അത് ചെയ്യാൻ കഴിയുമായിരുന്നുള്ളൂ. അതിനാൽ ടെയ്ലറിന് ഈ ദൗത്യം നൽകി. ഒരു ട്രാക്കിംഗ് ഗണ്ണുമായി അയാൾ കടലിലേക്ക് ചാടി. പക്ഷേ അവന്റെ പരിധി 100 മീറ്റർ മാത്രമായിരുന്നു. അതിനാൽ ടെയ്ലറിന് ജീവൻ പണയം വെച്ച് വളരെ അടുത്തു പോകേണ്ടി വന്നു. ശരിയായ അവസരം കിട്ടിയ ഉടൻ അയാൾ ആ GPS ട്രാക്കർ സ്രാവിന്റെ ശരീരത്തിൽ വെച്ചു. പക്ഷേ സ്രാവ് അവനെ കണ്ടിരുന്നു. ടെയ്ലർ മുൻപേ തന്നെ ഒരു കെയറിൽ സ്വയം കെട്ടിയിരുന്നു. ആവശ്യമെങ്കിൽ മുകളിലേക്ക് വലിച്ചെടുക്കാൻ വേണ്ടിയായിരുന്നു അത്. അവന്റെ കൂട്ടുകാർ അവനെ വേഗത്തിൽ മുകളിലേക്ക് വലിക്കാൻ തുടങ്ങി. സ്രാവ് അവന്റെ അടുത്ത് എത്തിയിരുന്നു. ക്യാപ്റ്റൻ കപ്പൽ എതിർദിശയിലേക്ക് പൂർണ്ണ വേഗതയിൽ ഓടിച്ചു. അതുകാരണം ടെയ്ലറിന്റെ വേഗതയും ഇരട്ടിയായി. അവസാന നിമിഷം ടെയ്ലറിനെ മുകളിലേക്ക് വലിച്ചെടുത്തു. പക്ഷേ ഇപ്പോൾ സ്രാവ് വളരെ വേഗത്തിലായിരുന്നു. അവൾക്ക് വളരെ ദേഷ്യമുണ്ടായിരുന്നു. അവൾ കപ്പൽ തകർക്കാൻ ശ്രമിക്കാൻ തുടങ്ങി. അപ്പോൾ ക്യാപ്റ്റൻ വിഷമരുന്നിന്റെ ഒരു കുപ്പി പുറത്തെടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇത് സ്രാവിന്റെ ശരീരത്തിൽ ചേർക്കണം, അല്ലെങ്കിൽ നമ്മളെല്ലാവരും മരിക്കും. തുടർന്ന് ഒരു ശക്തമായ കൂട് തയ്യാറാക്കി ഒരു പെൺകുട്ടിക്ക് 5 മിനിറ്റത്തേക്കുള്ള ഓക്സിജൻ മാത്രം നൽകി അവളെ താഴേക്ക് അയച്ചു. സ്രാവിന് വിഷം നൽകാൻ വേണ്ടിയായിരുന്നു ഇത്. അപ്പോൾ അവളുടെ കൂട്ടുകാരൻ പുതിയ മാംസം വെള്ളത്തിൽ ഇട്ടു. രക്തത്തിന്റെ മണം കാരണം സ്രാവ് അവരുടെ അടുത്തേക്ക് വരുമായിരുന്നു. പെട്ടെന്ന് ബാക്കിയുള്ള സ്രാവുകൾ അവിടെ നിന്ന് ഓടിപ്പോയി, കാരണം യഥാർത്ഥ വലിയ സ്രാവ് അവിടെ എത്തിയിരുന്നു. അത് കൂട് മുഴുവനായും വിഴുങ്ങാൻ ശ്രമിച്ചു. പക്ഷേ പെൺകുട്ടി ശരിയായ അവസരം കണ്ട് അതിന്റെ ശരീരത്തിൽ വിഷം വെച്ചു. പക്ഷേ സ്രാവ് അവിടെ നിന്ന് ഓടിപ്പോയി.